ഷാഹി കബീറിന്റെ എഴുത്തിൽ ജീവൻ വെക്കുന്ന പോലീസ് നായകന്മാർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. യൂണിഫോം ദേഹത്ത് കയറിയാൽ സിംഹമോ പുലിയോ ആകുന്ന ഹീറോ ടെംപ്ലേറ്റുകളല്ല അവരാരും. വീടിനകത്തും പുറത്തും മുള്ളുപൊട്ടി കരയുന്ന ധർമ്മസങ്കടങ്ങളിൽ ഇടറി വീഴുന്നവരായിരുന്നു ജോസഫും പ്രവീണും മണിയനും സുനിതയും മധുവുമല്ല. റോന്തിലെ യോഹന്നാനും ദിന്നാദും അതുപോലെയുള്ളവരാണ്. നമ്മളുടെയൊക്കെ രാത്രി യാത്രകളിൽ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണല്ലോ നീലയും ചുവപ്പും വെട്ടം മിന്നിക്കത്തിച്ച് പതിഞ്ഞു നീങ്ങുന്നൊരു മഹീന്ദ്ര ബൊലേറോ. നേരം വൈകിയാൽ കൈ കാണിച്ചു നിർത്തി എവിടെ പോകുന്നുവെന്ന് ചോദിക്കുന്ന, രാത്രികളിൽ തിരക്കൊഴിഞ്ഞ വഴികളിലൂടെ സൂക്ഷ്മമായി നിറങ്ങി നീങ്ങുന്ന ആ വെളുത്ത വണ്ടി. നൈറ്റ് പെട്രോളിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ റോന്തു ചുറ്റലിൽ സത്യത്തിൽ അവർ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പിടിച്ചു നിർത്തി ഊതിക്കാനോ ആളൊഴിഞ്ഞ പാതയോരങ്ങളിൽ കൂടി നിൽക്കുന്നവരെ വിരട്ടിവിടാനോ മാത്രമാണോ അവർ? ഒരു പോലീസ് നൈറ്റ് പെട്രോളിങ്ങിനിടെ അപ്രതീക്ഷിതമായി മുന്നിലെത്തുന്ന ഓരോ സംഭവങ്ങളെ കൊരുത്ത് നീങ്ങുന്ന പടമാണ് റോന്ത്. ഷാഹി കബീർ പോലീസ് യൂണിവേഴ്സിലെ ഏറ്റവും അടുപ്പം തോന്നുന്ന പോലീസുകാരാവാം ഇതിലെ ദിന്നാദും യോഹന്നാനും. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഉറങ്ങാത്ത കർമ്മനിരതരായ രണ്ട് ഉദ്യോഗസ്ഥർ. അവർക്കിടയിൽ സീനിയോരിറ്റിയുടെ ഈഗോ ഉണ്ട്. ഓരോ ഇഷ്യൂവിനോടുള്ള അപ്രോച്ചിൽ വ്യത്യാസമുണ്ട്. ജീവിതത്തോട് പോലും രണ്ടു തരം സമീപനമുണ്ട്. ഒറ്റ രാത്രിയിലെ റോന്തിൽ ഈ സിനിമ പലതും പറയുന്നുണ്ട്. ഒറ്റ രാത്രിയിൽ രണ്ട് പോലീസുകാർ നേരിടുന്ന പലവിധ സംഭവങ്ങളാണ് സിനിമ. ഏതാണ്ട് പല പല മനുഷ്യരും അവിടെ മുഴുമിക്കാത്ത ജീവിതങ്ങൾ. ഏതോ സിനിമയിൽ പറയുന്നത് പോലെ സിനിമയ്ക്ക് മാത്രമേ ക്ലൈമാക്സുകളുള്ളൂ. നായകനും നായികയും ഒന്നിക്കുന്നിടത്ത് കഥ പൂർണ്ണം. പക്ഷെ ജീവിതത്തിന് അത് ജീവിച്ചൊടുങ്ങും വരെ ക്ലൈമാക്സ് എഴുതുക വയ്യല്ലോ. അങ്ങനെ നോക്കിയാൽ ഷാഹി കബീർ എഴുതി വെച്ചിരിക്കുന്നത് പലവിധമായ മനുഷ്യരുടെ ജീവിതങ്ങളാണ്. പെർഫോമൻസ് ഡ്രിവൻ കൂടിയാണ് റോന്ത്. യോഹന്നാൻ ദിലീഷ് പോത്തന്റെ കരിയർ ബെസ്റ്റ് റോളുകളിലൊന്നാണ്. ജോസഫിലെ പീറ്ററിന് മുകളിൽ ഒരു ക്യാരക്ടറിനെയും അതിനെ വെല്ലുന്ന ഒരു പെർഫോമൻസും ദിലീഷ് പോത്തൻ നമുക്ക് കാത്തുവെച്ചിട്ടുണ്ട്. റോഷൻ മാത്യുവിന്റെ പലവിധ ഇൻസെക്യൂരിറ്റികളുള്ള ദിന്നാദ് എന്ന പോലീസ് ഡ്രൈവറിൽ നമുക്ക് പരിചയമുള്ള പല മനുഷ്യരുടെ മുഖവും കാണാനാവും. ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കഘട്ടത്തിൽ ആവേശവും ആത്മാർത്ഥതയുമുള്ള, ഒപ്പം അനുഭവ പരിജ്ഞാനമില്ലാത്ത തെറ്റുകൾ സംഭവിക്കുന്ന ഒരു പോലീസുകാരൻ. രണ്ട് തലത്തിൽ നിൽക്കുന്ന രണ്ടുപേർ. അവർ റോന്ത് ചുറ്റുമ്പോൾ നമ്മളും അവർക്കൊപ്പം ആ ജീപ്പിലുണ്ടാവും. അവർ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മളും കാണും. ചിലത് കണ്ട് പേടിക്കും, ചിലപ്പോൾ ചിരിക്കും. ചില കാഴ്ചകളിൽ സ്വയം അറിയാതെ കരഞ്ഞു പോകും. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മരവിച്ചും പോകും.